ഗുഡ് മോർണിംഗ് ഇന്റർനെറ്റ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. സമയം 5:20 അല്ലേ? 5:20. ഇനിയുള്ള 2 ദിവസം ഇവിടെയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ സഞ്ചരിച്ച ട്രെയിൻ. പുറത്തുള്ള കാഴ്ചയാണ്. 5:20. അങ്ങനെ 5:30 മണിക്ക് നമ്മൾ സെന്റ് പീറ്റേഴ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. മോസ്കോവ്സ്കി റെയിൽവേ സ്റ്റേഷനാണിത്, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ. ഇവിടെയാണ് നമ്മളുള്ളത് ഇപ്പോൾ. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നമ്മളെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നെവ്സ്കി ഗ്രാൻഡ്, അതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. ഇതാണ് ഹോട്ടൽ. നല്ലൊരു ആംബിയൻസാണ് കാണുന്നത്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം നല്ല അടിപൊളി ആംബിയൻസിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ലവീവ് അതുപോലെ ബെൽഗ്രേഡ് അവിടെയൊക്കെ പോയ ഒരു ഫീലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. തണുപ്പും. ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു 13 അല്ലേ? നെവസ്കി ഗ്രാൻഡ്, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. നെവസ്കി ഗ്രാൻഡ് നല്ല ടെമ്പറേച്ചറാണ്, കുഴപ്പമില്ലാത്ത ടെമ്പറേച്ചറാണ്. അതായത് 13 ഇപ്പോൾ ഉള്ളത്. സമയം 7 മണി കഴിഞ്ഞു. മൊജിറ്റോൻ്റെ ഒരു ഷോപ്പ് കാണുന്നുണ്ട് നേരെ ഫ്രണ്ടിൽ തന്നെ. ഒരു നല്ലൊരു ആംബിയൻസാണ്. പഴയ ഒരു സിറ്റിയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ഇവിടുന്ന് നമ്മളൊരു കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. പീറ്റർ ഹോഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിപ്പ് അന്വേഷിച്ചിട്ടുള്ള നടപ്പാണ്. ബോട്ടാണ്, ബോട്ടാണ്. ഇതിൻ്റെ ചാർജ് എത്രയാണ് ചെക്ക് ചെയ്താൽ? 1600 റേഞ്ചിലാണ്, റൂബിളാണ്. ഇവിടെ നിന്നുള്ള യാത്ര 1.5 മണിക്കൂർ യാത്രയാണ്. ഇതൊരു ഗ്രാമമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണെന്ന് അറിയില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പീറ്റർ ഹോഫ്. അവിടെ വലിയൊരു മ്യൂസിയം ഇതൊക്കെയാണ് ഉള്ളത്. അതെ, ഇന്ന് പച്ച വെള്ളം പോലും കുടിക്കാതെയുള്ള യാത്രയാണ്. കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല. ഇന്നലെ രാത്രി നമ്മൾ വന്നത് എവിടെ നിന്നാണ്? മോസ്കോയിൽ നേരെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ട്രെയിനിനാണ് വന്നത്. അതിന് നമ്മൾ പേ ചെയ്തത് 4000 രൂപയാണ്. 700 കിലോമീറ്റർ, 4000 രൂപ 4 പേർക്ക്. ഇത് കണ്ട, ഇവരെ ഏറ്റവും ബലത്തിലാണ് ഈ ബിൽഡിങ് നിൽക്കുന്നത്. ഇവർ താങ്ങി എപ്പോൾ ഇവർ കൈ ഇളക്കുന്നോ തീർന്നു, അതിനോടെ പണി തീരും. ഇവർ താങ്ങി ഇവരെ ബോഡി ഉഷാറാവും അല്ലേ? സെന്റ് പീറ്റേഴ്സ്ബർഗിലെ നമ്മൾ റിപ്പബ്ലിക് സ്ക്വയറിലുള്ളത്. ഈ കാണുന്നതാണ് റിപ്പബ്ലിക് സ്ക്വയർ. ഇവിടെയാണ് ഇവിടുത്തെ എല്ലാ ഭരണസിരാ കേന്ദ്രം. നമ്മൾ മോസ്കോയിലെ ഭരണസിരാ കേന്ദ്രമായ റെഡ് സ്ക്വയർ എന്നെല്ലാം പറയും പോലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ഭരണസിരാ കേന്ദ്രമാണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ. സ്റ്റേറ്റ് ഹെർമിറ്റേജ് മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ തന്നെ ബാക്ക് സൈഡാണ് ഇത്, സൈഡ് ഭാഗം. ഇത് നമ്മൾ പീറ്റർ ഹോഫിലേക്ക് പോകാനുള്ള ഈ എക്സ്പ്രസ് ഉണ്ട്, പീറ്റർ ഹോഫ് എക്സ്പ്രസ്. അതായത് ഈ ചെറിയ ബോട്ടുകൾ വരുന്ന സ്ഥലം. ആ ബോട്ട് ജെട്ടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലം ഒരു 10 മണിയാകുമ്പോഴത്തേക്ക്, 10 മണിക്കുള്ളിൽ തന്നെ ഓപ്പൺ ആകാൻ വേണ്ടി പോവാണ്. ഇത് ഓപ്പണായി അപ്പുറം ഇപ്പുറം കിടക്കുന്ന അവിടെ ഒരുപാട് ഷിപ്പ് കിടക്കുന്നുണ്ട്, ആർമിയുടെ ഷിപ്പ്. ഈ ഒരു ഏരിയയിലും ഷിപ്പ്
ഷിപ്പ് കിടക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകും. ആ ഒരു കാഴ്ചയാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ നല്ല പണി കിട്ടി. അതായത് രാവിലെ തന്നെ നമ്മൾ പിന്നെ പീറ്റർ ഹോഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ അതിൻ്റെ ബോട്ട് കെട്ടിയും തപ്പിയിട്ട് ഇറങ്ങി. അവിടെ എത്തുമ്പോഴാണ് മിലിറ്ററീൻ്റെ നല്ല പ്രോഗ്രാം നടക്കുന്നത്. പാലം കടന്ന് ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ പറയും 10 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 10 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇത് നിങ്ങൾക്ക് തന്നെ മേലെ നോക്കുന്നുണ്ട്, ആർമിയുടെ ഹെലികോപ്റ്ററൊക്കെ കാണുന്നില്ല മേലെ, അതാണ്. അപ്പോൾ നമ്മൾ നേരെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നു. 10 മണിക്കാണ് അവരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലെ പാലങ്ങളുണ്ട്. ഈ പാലങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പൺ ആവും, ഈ ഷിപ്പ് പാസ് ചെയ്ത് പോകാൻ. അങ്ങനെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നോക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു 2 മണിക്ക് അങ്ങോട്ട് കടക്കാൻ വേണ്ടി പറ്റും. ആർമീൻ്റെ എല്ലാവരോടും ചോദിച്ചു, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഒരു മെട്രോ സ്റ്റേഷനും തപ്പി നടക്കണം. അതായത് ഈ ഒരു ക്രോസ് ചെയ്യുന്ന റിവറിൻ്റെ താഴെ കൂടെ മെട്രോ പോകുന്നുണ്ട്. അപ്പോൾ ആ മെട്രോയിലൂടെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷൻ തപ്പി നടക്കുകയാണ് നമ്മൾ. അപ്പോൾ പീറ്റർ ഹോഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ മെട്രോയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോയിൽ ഇത്രയും ആഴത്തിലേക്കാണ് ഇതിൻ്റെ മെട്രോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. റിവറിൻ്റെ താഴെ കൂടെ പോകുന്നത്. ഇത് റിവറിൻ്റെ ഉള്ളിലേക്ക് കൂടെയാണ് ഈ പോകുന്നത്. മെട്രോയിലേക്ക് പോകുന്നത് റിവറിൻ്റെ ഉള്ളിലൂടെയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിലൂടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ റിവർ കാണാം. ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതായത് നമ്മളൊരു ബ്രിഡ്ജിൻ്റെ അപ്പുറത്തു നിന്നാണ് നമ്മൾ മെട്രോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. എന്നിട്ട് ആ റിവറിൻ്റെ താഴെ കൂടെ ക്രോസ് ചെയ്തിട്ട് അതിന് നേരെ ഇപ്പുറം വന്നിട്ടാണ് മെട്രോ സ്റ്റാർട്ടാകുന്നത്. അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയൊരു പാസേജ് അതിനുവേണ്ടി കൊടുത്തിരിക്കുകയാണ്. ആൾക്കാർ ക്രോസ് ചെയ്തിട്ട് പുഴേൻ്റെ അടിയിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ ഇക്കരെ വരിക. എന്നിട്ടാണ് അവിടുന്ന് മെട്രോ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ നമ്മൾ പിങ്ക് ലൈനിൽ നിന്ന് മാറി ഇനി റെഡ് ലൈനിലേക്കാണ് പോകുന്നത്. റെഡ് ലൈനിൽ ഇവിടെയാണ് ഒരു ഇൻ്റർജംഗ്ഷനാണ്. നമ്മൾ ബോംബെയിൽ ദാദറൊക്കെ ഇല്ലേ, അതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മാറുന്നത്. പീറ്റർ ഹോഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു ഓപ്ഷൻ നമ്മുടെ അടുത്തുള്ളത് ഒന്ന് ട്രെയിൻ, ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്, ബസ് ഉണ്ട്, അതുപോലെ പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് ടാക്സിയിൽ 1000 രൂപയാവും. അതുപോലെ ഇലക്ട്രിക് ട്രെയിൻ ആണെങ്കിൽ 50 രൂപയേ ഉള്ളൂ. ബസ്സിനാണെങ്കിൽ തുച്ഛമായ 40 രൂപ. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് അവിടെ കിടക്കുന്ന ബസ്. അങ്ങനെ പ്രോസ്പെക്ട് ട്രെയിനിൽ നിന്ന് നമ്മൾ പീറ്റർ ഹോഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പീറ്റർ ഹോഫിൽ മെയിനായിട്ട് കാണാനുള്ളത് ഒന്ന് ഗ്രാൻഡ് പാലസ്, പിന്നെ ഗ്രാൻഡ് കത്തീഡ്രൽ, ദെൻ ഗ്രാൻഡ് കാസ്കേഡ്, പിന്നീട് 2-3 പാർക്കുകളൊക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. യാത്ര ചെയ്യും എല്ലാവരും ഈ ബസ്സിൽ, ചെറിയ ബസ്സിലാണ് പോയത്. അതിന് നമ്മൾ പേ ചെയ്തത് ഒരാൾക്ക് 70 രൂപയാണ്, ഏകദേശം 3.5 ദിർഹംസ് അത്രയും നമ്മൾ പേ ചെയ്തിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കണമെന്ന് ഒരു പിടിയില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ആകെ കഴിച്ചതാണ് ഒരു കോഫി. അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചേ പറ്റും. ഇവിടെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. യാദൃശ്ചികമായി എത്തിയ മഴ. നമ്മളിപ്പോഴുള്ളത് ബാറ്ററി പാർക്കിലാണ്. ബാറ്ററി പാർക്ക്, അതായത് പീറ്റർ ഹോഫിലുള്ള ബാറ്ററി പാർക്ക്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും നമ്മൾ ഏകദേശം 49 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു ബ്ലാക്ക് സീയോട് ചേർന്ന് കിടക്കുന്ന ഒരു പാർക്കാണ് ബാറ്ററി പാർക്ക്. ഇതിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ പ്ലേറ്റ് ഇട്ടിട്ടുള്ള കുറേ പ്രതിമകൾ, അതിൻ്റെ പടവുകൾ എല്ലാം തന്നെ ഗോൾഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചയാണ്.
നിങ്ങൾ 1000 റൂബിൾ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പാർക്കാണിത്. അതെ, 525 ഏക്കർ ആണ് ഇത് ടോട്ടൽ ഇതിൻ്റെ വിസ്താരം എന്ന് പറയാം. പിന്നെ ഇത് ഒരു നോബിളായിട്ടുള്ള പ്ലേസാണ്. ബ്ലാക്ക് സീയിലേക്കാണ് പ്രവേശിക്കുന്നത്. പടവുകൾ ഇറങ്ങി ബ്ലാക്ക് സീ. ബ്ലാക്ക് സീയുടെ ഭാഗമാണ്. അവിടെ നിന്ന് നമ്മൾ ആ റിവറിലൂടെ ഇങ്ങോട്ട് വന്നത് ബ്ലാക്ക് സീ ആണ്. അങ്ങ് ദൂരത്തായി കാണുന്നതാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ആർമിയുടെ പരേഡ് നടന്ന ആ ഒരു സ്ഥലമാണ് അങ്ങ് ലോങ്ങിൽ കാണുന്നത്. ഈ ക്യാമറയിലൂടെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും കണ്ണുകൊണ്ട് എനിക്ക് കാണാമത്. അതല്ല വരുന്നത്, അതാ അടുത്ത് വരുന്നത്. ഇപ്പോൾ ഉള്ളത് പീറ്റർ ഓഫ് എക്സ്പ്രസ്സിലാണ്. പീറ്റർ ഓഫ് എക്സ്പ്രസ് ഇവിടെ നിന്നാണ് ഈ ഫെറി ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ഫെറി നേരെ ഇവിടുന്ന് പോയിട്ട് എത്തുന്നത് നേരെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക്. സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കാണ് പോകുന്നത്.